ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗ വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വന്ദനേച്ചി, അച്ഛന് അത്രയ്ക്ക് വലിയ പ്രശ്നം. ദേ അവരിങ്ങെത്തി. ശ്യാമേ, അയാൾ എന്റെ ഹോസ്റ്റലിന്റെ അടുത്ത് വരെ എത്തി. എനിക്ക് പേടി തോന്നുന്നു ശ്യാമേ. എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലൊരു തോന്നല്. വർഷം എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ. ഇടയ്ക്ക് ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലൊരു തോന്നലായിരുന്നു. ശ്യാമിനെ രണ്ടാമതും കണ്ടതിന് ശേഷമാ എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത്. ചിലപ്പോ ദൈവമായിട്ടായിരിക്കും എന്നെ ശ്യാമിന്റെ വീട്ടിലെത്തിച്ചത്, അല്ലേ ശ്യാമൻ? അങ്ങനെയോ ആവാം. കോളേജ് വിട്ടതിന് ശേഷം കുറെ കാലം വർഷയെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുമായിരുന്നു. ആരെ കണ്ടാലും അത് വർഷയാണെന്ന് തോന്നിപ്പോകുന്ന നാളുകൾ. പറയേണ്ട സമയത്ത് തുറന്നു പറയാൻ കഴിയാതെ പിന്നീട് സങ്കടപ്പെട്ട് നടക്കുന്ന കാമുകന്മാർക്ക് ഒരു പേര് പറയുമായിരുന്നല്ലോ ക്യാമ്പസിൽ. അതെന്താ ശ്യാമേ ഇപ്പൊ അങ്ങനൊക്കെ പറയാൻ? കാര്യമുണ്ടെന്ന് എന്നെ കൂട്ടിക്കോ. നഷ്ടപ്രണയത്തിന്റെ ഭാണ്ഡവും ചുമന്ന് താടിയും മുടിയും നീട്ടി വളർത്തി സൗഹൃദങ്ങളിൽ നിന്നൊക്കെ വിട്ടകന്ന ഒരു ദേവദാസ് ലൈൻ. അത് കൊള്ളാലോ. 80കളിലേക്കാണല്ലോ ശ്യാമിന്റെ പ്രണയ ചിന്തകൾ കുതിച്ചു ചാടിയത്. വർഷയോടെ ഇങ്ങനെ സംസാരിക്കുമ്പോ മനസ്സിൽ വല്ലാത്തൊരു നിർവൃതി. ചിലപ്പോ വെറുതെ തോന്നുന്നതായിരിക്കാം. ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു വരിയുണ്ടല്ലോ, ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. നഷ്ടപ്രണയത്തിന്റെ ആർദ്രത തങ്ങി നിൽക്കുന്ന വരികൾ. ശ്യാമേ, പെട്ടെന്ന് ഞാൻ പഴയ കോളേജ് കാലത്തെ വർഷയിലേക്ക് മടങ്ങിപ്പോയതുപോലെ. ഞാനും ഒരു മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്താലോ? ശ്യാമേ, വിക്രം. ഹലോ ശ്യാം. ശ്യാം എവിടെയാ? ഞാൻ 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 വീട്ടിലാ. ഓക്കെ, ഇനിയും വൈകിക്കാൻ പറ്റില്ല. വർഷയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. വർഷ എന്തിനാണ് എന്നെ ഭയക്കുന്നത്? അവളെ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. വർഷയില്ലാതെ വിക്രമിനൊരു ജീവിതമില്ല. ശ്യാമത അവളോട് പറയണം. പറയാം. എന്താ ശ്യാമേ ശബ്ദത്തിനൊരു പതർച്ച? ഏയ് ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് മീറ്റിങ്ങിനുള്ള അവസരം ഒരുക്കണം. ചെയ്യാം. ഓക്കെ, അത് മതി. ശരി. ശ്യാമേ, എനിക്ക് അയാളെ പേടിയാ. എനിക്ക് അയാളെ കാണണ്ട. പക്ഷേ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത് മുഴുവൻ തിരിച്ചടികളായിട്ടേ വന്നിട്ടുള്ളൂ. എന്നായാലും വർഷയ്ക്ക് വിക്രമിനെ അഭിമുഖീകരിച്ചേ പറ്റൂ. അത് എത്രയും പെട്ടെന്ന് ആവുന്നതല്ലേ നല്ലത്. എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളത് വർഷയ്ക്ക് തീരുമാനിക്കാം.
മീനാക്ഷി മീനാക്ഷി, ആരും ഇല്ല ഇവിടെ. അമ്മേ, അമ്മേ. ജഗ, അച്ഛൻ. പേടിക്കാനൊന്നുമില്ല. ദേ, ഇവിടെ ആരെയും കാണുന്നില്ല. ചിലപ്പോ എവിടെയെങ്കിലും പോയതായിരിക്കും. ഞാൻ അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ തന്നെ. ആ വന്ദനെ, അമ്മയെ വിളിക്കണ്ട, മീനാക്ഷി വിളിക്കേ. വന്ദനെ, മീനാക്ഷിയുടെ ഫോൺ അകത്തിരുന്ന് റിങ് ചെയ്യുന്നു. മീനാക്ഷി ഫോൺ എടുക്കാതെ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. ജഗ, ഞാൻ പറഞ്ഞില്ലേ, എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് പേടിയൊന്നു ജഗ. എനിക്ക് അച്ഛനും അമ്മയും കാണണം. വന്ദനെ, ഇവിടെ പാർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ദേ, നീ വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് എവിടെ? ജഗ, ജഗ, എനിക്ക് ഇപ്പൊ തന്നെ അച്ഛനും അമ്മയും കാണണം. ആ എന്താ രണ്ടാൾ വെളിയിൽ തന്നെ നിൽക്കുന്നേ? കേറി ഇരിക്കും വന്ദനേച്ചി. പഞ്ചസാര തീർന്നുപോയി. ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് വാങ്ങാൻ പോയതാ. മീനാക്ഷി, അച്ഛനും അമ്മയ്ക്ക് എവിടെ? അച്ഛന് നെഞ്ചത്ത് ചെറുതായിട്ടൊരു ഗ്യാസ് കയറി. ഈശ്വരാ. അത് കാണിക്കാൻ രണ്ടാളും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഏത് ഹോസ്പിറ്റലിലാ പോയിരിക്കുന്നേ? ഇവിടെ അടുത്ത് ഗീത ഹോസ്പിറ്റലാ പോയത്. അവരിപ്പോ ഇങ്ങെത്താറായിട്ടുണ്ടാവും. നിങ്ങൾ കയറി വാ, ഞാൻ കട്ടനിടാം. പാല് തീർന്നുപോയി. നെഞ്ചുവേദനയായിട്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ മീനാക്ഷിക്കും കൂടെ കയറി പൊക്കൂടായിരുന്നോ? രണ്ടാളെ ഒറ്റയ്ക്കാണോ വിടുന്നത്? ജഗ, വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വന്ദനേച്ചി, അച്ഛന് അത്രയ്ക്ക് വലിയ പ്രശ്നം. ദേ, അവരിങ്ങെത്തി. അല്ല, ഇത് ആരൊക്കെയാ? നിങ്ങൾ എപ്പോ എത്തി? മീനാക്ഷി, ഇവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലേ? എന്താ മോളെ? എന്താ മോളെ? മോളെ, നിനക്ക് എന്താ പറ്റിയത്? അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഈ എഞ്ചിനെ ഒരു കുഴപ്പമില്ലാതെ കുറച്ചു നാൾ കൂടി ഓടിപ്പോവും. മാനത്തെ കൊട്ടാ